ഉത്തർപ്രദേശ് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. യു.പി. ബി.ജെ.പിയെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ നട്ടെല്ലാണ്. ആ നട്ടെല്ലിന് തന്നെ ക്ഷതമേറ്റിരിക്കുകയാണ്. യു.പിയിൽ യോഗി ആദിത്യനാഥിനെതിരെ കലാപക്കൊടി ഉയർന്നിരിക്കുന്നു. യോഗിയുടെ നാളുകൾ എണ്ണപ്പെട്ടോ എന്ന കാര്യത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഇതേപ്പറ്റി നിരവധി റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും കാണാത്ത യു.പിയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിലെ അന്തർനാടകങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പിന്നിലെ കളിക്കാരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച സൂക്ഷ്മമായ പരിശോധനയിലേക്കാണ് നാം ഈ വീഡിയോയിൽ കടക്കുന്നത്. പ്രധാനമായും 4 ഘടകങ്ങളാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. യു.പിയിൽ ഇതിനു മുൻപും നേതാക്കന്മാർ തമ്മിൽ ഇത്തരം അന്തഛിദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ കഥകൾ എന്തൊക്കെയാണ്? അതിൽ ആരാണ് വീണത്, ആരാണ് അതിജീവിച്ചത്? രണ്ടാമതായി, കേശവ് പ്രസാദ് മൗര്യ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ കലാപക്കൊടി ഉയർത്തുന്നു? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പിന്നിൽ കേശവ് പ്രസാദ് മൗര്യ മാത്രമാണോ ഉള്ളത്? അതോ ദൃശ്യമായും അദൃശ്യമായും നിന്ന് കളിക്കുന്ന ഒരുപാട് ഘടകങ്ങളും പ്രബലന്മാരായ ശക്തികളും അതിൻ്റെ പിന്നിലുണ്ടോ? മൂന്നാമതായി, യോഗി ആദിത്യനാഥ് സവിശേഷമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആരൊക്കെയാണ് അകത്തു നിന്നും ആരൊക്കെയാണ് പുറത്തു നിന്നും തന്നെ ഇല്ലാതാക്കാനോ ഒതുക്കാനോ നോക്കുന്നത് എന്ന കാര്യത്തിൽ അങ്ങേയറ്റം പ്രതിസന്ധിയിലൂടെയാണ് യോഗി കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രതിസന്ധി മറികടക്കുവാനുള്ള എന്തൊക്കെ ഉപായങ്ങളാണ് യോഗിയുടെ ബുദ്ധിശാലയിൽ തെളിയുന്നത്? നാലാമതായി, യോഗിയെ ഇതുവരെ മോദി തൊട്ടിട്ടില്ല. മോദിക്ക് ശേഷം ബി.ജെ.പിയിൽ ഏറ്റവും പ്രബലനായ നേതാവ് എന്ന് കരുതപ്പെടുന്നയാളാണ് യോഗി. ആ യോഗിക്കെതിരെ നീക്കമുണ്ടാകുമ്പോൾ ആ നീക്കം നടത്തുന്നവർക്കെതിരെയും മോദി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മോദി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാതിരിക്കുന്നത്? അങ്ങനെ യോഗിയെ തൊടാൻ കഴിയാതെ മോദി ഇരിക്കുമ്പോൾ ആ യോഗിയെ അട്ടിമറിക്കാൻ ഒരു കറുത്ത കുതിരയെപ്പോലെ അഖിലേഷ് യാദവ് രംഗപ്രവേശം ചെയ്യുമോ? ഈ 4 ഘടകങ്ങളാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ യു.പിയിൽ ഇതുപോലെ നേതാക്കന്മാർ തമ്മിലുള്ള അന്തഛിദ്രത്തിൻ്റെ കഥ എന്തൊക്കെയാണ്? യു.പിയിൽ നേതാക്കന്മാർ പരസ്പരം മാത്രമല്ല പോരടിച്ചിട്ടുള്ളത്. ബി.ജെ.പിയിൽ സംസ്ഥാന മുഖ്യമന്ത്രി, സംസ്ഥാന അധ്യക്ഷന്മാർ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയോടക്കം ഏറ്റുമുട്ടിയിട്ടുണ്ട്, വീണിട്ടുമുണ്ട്. ചിലർ അതിജീവിച്ചിട്ടുമുണ്ട്. ആ കഥകളിലേക്ക് നമുക്ക് കടക്കാം. യു.പിയിൽ മുൻപ് 1999 ഏറ്റവും പ്രധാനപ്പെട്ട ദശാസന്ധിയായി നാം ഈ ഘട്ടത്തിൽ എടുക്കേണ്ടത്. 99 NDA സർക്കാർ അധികാരത്തിൽ വരുന്നു, വാജ്പേയിയുടെ നേതൃത്വത്തിൽ. അന്ന് യു.പി ഭരിക്കുന്നത് ബി.ജെ.പി ആണ്. കല്യാൺ സിംഗ് ആണ് യു.പിയിൽ ബി.ജെ.പി മുഖ്യമന്ത്രി. അന്ന് എന്താണ് സംഭവിക്കുന്നത്? അന്ന് 99 ബി.ജെ.പിയുടെ മികച്ച പ്രകടനമായിരുന്നില്ല യു.പിയിൽ ഉണ്ടായത്. 98 ഇതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ ഘട്ടത്തിൽ 85 സീറ്റാണ് അന്ന് യു.പിയിലുള്ളത്. അതിൽ 58 സീറ്റ് ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞു. വലിയ മുന്നേറ്റമായിരുന്നു അത്. വലിയ സാധ്യതയാണ് അത് ബി.ജെ.പിക്ക് തുറന്നു കൊടുത്തത്. അതിനുശേഷം 99 വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഘട്ടത്തിൽ ബി.ജെ.പി പ്രതീക്ഷയോടെ കാത്തിരുന്ന മേഖലയാണ് യു.പി. കഴിഞ്ഞ തവണത്തേതുപോലെ ശക്തമായ ഒരു മുന്നേറ്റം, ഒരുപക്ഷെ അതിനേക്കാൾ കടന്ന മുന്നേറ്റം ബി.ജെ.പി കേന്ദ്ര നേതൃത്വം യു.പിയിൽ നിന്ന് പ്രതീക്ഷിച്ചു. എന്താണ് സംഭവിച്ചത്? 29 സീറ്റിലേക്ക് ബി.ജെ.പി അന്ന് മൂക്കുകുത്തി. അതുകൊണ്ട് എന്തുണ്ടായി? കല്യാൺ സിംഗിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയെ അവിടെ തുടരുകയാണല്ലോ. പക്ഷേ വാജ്പേയിയെ അത് വലിയ സമ്മർദ്ദങ്ങൾക്ക് വിധേയനാക്കി. ബി.ജെ.പിയുടെ കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യത്തെ കൂട്ടുകക്ഷി സർക്കാരാണ് 99 ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്നത്. പക്ഷേ വാജ്പേയിക്ക് ആ 5 വർഷം ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചത് 20ലധികം ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങളായിരുന്നു. അതിൻ്റെ കാരണമായതോ യു.പിയിലെ വലിയ തിരിച്ചടിയും. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന സമ്മർദ്ദം കല്യാൺ സിംഗിന് മേൽ വന്നു. രസകരമാണത്. 2 പേരാണല്ലോ സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക. ഒന്നുകിൽ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ. അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നു? കല്യാൺ സിംഗ്. അന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാരായിരുന്നു രാജ്നാഥ് സിംഗ്, ഇന്നത്തെ പ്രബലനായ രാജ്നാഥ് സിംഗ്. പക്ഷേ അന്ന് ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു? കല്യാൺ സിംഗിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം കല്യാൺ സിംഗും വാജ്പേയിയുമായി അതിനു മുൻപ് തന്നെ പോർ തുടങ്ങിയിരുന്നു. ഈ പ്രത്യേക ഘട്ടത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കല്യാൺ സിംഗ് നിർബന്ധിതനായി. കല്യാൺ സിംഗിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അധികമൊന്നും ദേശീയ തലത്തിൽ അറിയപ്പെടാത്ത രാംപ്രകാശ് ഗുപ്ത മുഖ്യമന്ത്രിയായി വരികയും ചെയ്യുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിർണായകമായൊരു ഘട്ടത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിൽ, അവിടെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടി വന്നത് പാർട്ടി സംസ്ഥാന അധ്യക്ഷനല്ല, പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കാണ്. അങ്ങനെയെങ്കിൽ ഈ ഘട്ടത്തിൽ സമാനമായ സന്ദർഭം വരുമ്പോൾ യോഗി ആദിത്യനാഥാണ് രാജിവെക്കേണ്ടത്, അവിടുത്തെ സംസ്ഥാന അധ്യക്ഷനല്ല. എന്നാൽ യു.പിയിൽ ആ ഒരൊറ്റ കഥ മാത്രമല്ല പറയാനുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ച്. മറ്റ് വർഷങ്ങളിലേക്ക് കൂടെ വരാം. 2002 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. രാജ്നാഥ് സിംഗ് ആണ് മുഖ്യമന്ത്രി. കൽരാജ് മിശ്രയാണ് അന്ന് സംസ്ഥാന പ്രസിഡന്റ്. ബി.ജെ.പി അമ്പയെ മൂക്കുകുത്തുകയാണ്. ബി.ജെ.പി 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ. ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കുന്നു? രാജ്നാഥ് സിംഗിനെ ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. തോറ്റുപോകുന്നു, സ്വാഭാവികമായും മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുന്നു. എങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമല്ലോ, അതുണ്ടായില്ല. പകരം ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്? കൽരാജ് മിശ്രയാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. കൽരാജ് മിശ്ര രാജിവെക്കുന്നു. പിന്നീട് വിനയ് കത്യാർ ആകുന്നു പ്രസിഡന്റ്. 2004 ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്.
BJP വീണ്ടും തോൽക്കുന്നു, വാജ്പേയി സർക്കാർ വീഴുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ വാജ്പേയി സർക്കാരിനെ ഈ പറയുന്ന കൂട്ടുമുന്നണി സർക്കാരിൻ്റെ സമ്മർദ്ദത്തിലേക്ക് UP 99-ലെ മോശം പ്രകടനത്താൽ നയിച്ചുവെങ്കിൽ 2004-ൽ വാജ്പേയി സർക്കാരിൻ്റെ പതനത്തിലേക്ക് കൂടി UP വഴിവെക്കുകയുണ്ടായി. അന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് വിനയ് കത്യാർ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, രാജിവെക്കുന്നു. 2007-ൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിലും BJP തോൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചാരണം ശക്തമായി നയിച്ചത് പ്രധാനമായും 3 നേതാക്കന്മാരാണ്. ഒന്ന് കല്യാൺ സിംഗ്, 2 കൽരാജ് മിശ്ര, പിന്നെ കേസരിനാഥ് ത്രിപാഠി. ഈ കേസരിനാഥ് ത്രിപാഠിയാണ് അപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അന്ന് BSPയുടെ മിന്നും വിജയമാണ്. മായാവതിയുടെ തിളക്കമാർന്ന വരവാണ് അന്ന് നാം കാണുന്നത്. എന്ത് സംഭവിക്കുന്നു? ഉത്തരവാദിത്തം ത്രിപാഠി ഏറ്റെടുക്കുന്നു, ത്രിപാഠി രാജിവെക്കുന്നു. 2012-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലും BJPക്ക് സ്വപ്നം കാണാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അഖിലേഷ് യാദവ് ശക്തമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. അന്ന് സൂര്യപ്രസാദ് ഷാഹിയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഷാഹി രാജിവെക്കുന്നു. അതിനുശേഷം പിന്നീട് UPയിൽ കാണുന്നത് തുടർച്ചയായി BJPക്ക് വിജയിക്കാൻ കഴിയുന്ന ചരിത്രമാണ്. അപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ നാം എടുത്താൽ ഒരു തവണ മാത്രം മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നു. ബാക്കി 4 സന്ദർഭങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ BJPയുടെ 1:4 എന്ന സമവാക്യം വെച്ച് ഭൂപേന്ദ്ര ചൗധരിയാണ് രാജിവെക്കേണ്ടത്, യോഗി രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് സമാധാനിക്കാം. പക്ഷേ സംസ്ഥാന അധ്യക്ഷനോ UP മുഖ്യമന്ത്രിയോ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു കലാപക്കൊടിയല്ല അവിടെ നിന്ന് ഉയർന്നത്. ഒരു ഉപമുഖ്യമന്ത്രിയിൽ നിന്നാണ് ഈ കലാപക്കൊടി ഉയർന്നത്. അതെന്തുകൊണ്ട്? ആ ഘട്ടത്തിലേക്കാണ് നാം ഇനി പരിശോധിക്കുന്നത്. കേശവ് പ്രസാദ് മൗര്യ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നു എന്ന പരിശോധനയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു കാര്യം കൂടി. 2014 മുതൽ UPയിൽ BJPയുടെ വിജയഗാഥ തുടരുകയാണ് എന്ന് പറയുകയുണ്ടായല്ലോ 2024 വരെ. ആ ഘട്ടത്തിലെല്ലാം സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്നവർ ആര് എന്നതും പരിശോധിക്കേണ്ടതാണ്. അത് പ്രധാനമാണ്. കാരണം അതിൽ ഒരു കാലഘട്ടത്തിൽ BJPയെ നയിച്ചത് കേശവ് പ്രസാദ് മൗര്യയാണ്. വെറുതെ നയിക്കുകയല്ല, UPയുടെ ചരിത്രത്തിൽ BJPക്ക് ഏറ്റവും തിളക്കമാർന്ന വിജയം സമ്മാനിച്ച സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു കേശവ് പ്രസാദ് മൗര്യ. അപ്പോൾ ഒരു കലാപകാരി എന്ന രൂപത്തിൽ മാത്രമല്ല കേശവ് പ്രസാദ് മൗര്യയെ കാണേണ്ടത്, BJPക്ക് ഏറ്റവും വലിയ വിജയം സമ്മാനിച്ചതിൻ്റെ സൃഷ്ടാവ് എന്ന പദവി കൂടി അദ്ദേഹം അർഹിക്കുന്നുണ്ട്. അതിലേക്ക് വേഗമൊന്ന് നോക്കിപ്പോകാം. 2014-ൽ ലക്ഷ്മികാന്ത് വാജ്പേയിയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നത്. BJPയുടെ ഉഗ്രൻ പ്രകടനമായിരുന്നു. അത് സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്ക് ആ പാർട്ടിക്ക് കേന്ദ്രാധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫലമായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം UPയിലെ വലിയ വിജയവുമായിരുന്നു. അത് കഴിഞ്ഞു. 2017-ൽ തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. 2016-ൽ ഈ കേശവ് പ്രസാദ് മൗര്യ സംസ്ഥാന അധ്യക്ഷനാകുന്നു. BJPയുടെ മിന്നുന്ന പ്രകടനം, ചരിത്രപരമായ പ്രകടനം UPയിൽ കാഴ്ചവെക്കുന്നു. 2019-ൽ ലോക്സഭയിലും നല്ല പ്രകടനം തന്നെയാണ് UPയിൽ സംഭവിക്കുന്നത്. 2022-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നു. അപ്പോൾ അവിടെയൊന്നും കലാപക്കൊടി പ്രസക്തമേ അല്ലാതാകുന്നു. 2024-ൽ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. ചെറിയ തിരിച്ചടിയല്ല. 61 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് 33-ലേക്കാണ് BJP മൂക്കുകുത്തിയിരിക്കുന്നത്. അതിനൊരു കാരണക്കാരനുണ്ടാകണമല്ലോ. ആ കാരണക്കാരനെ തേടിയുള്ള അന്വേഷണമാണ് കേശവ് പ്രസാദ് മൗര്യയെ ഇപ്പോൾ യോഗി ആദിത്യനാഥിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. മോദി ഫാക്ടർ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കും എന്ന് കരുതിയ തെരഞ്ഞെടുപ്പാണ്. എന്നിട്ടും എന്തുകൊണ്ട് മോദിയിലേക്ക് പോകാതെ യോഗിയിലേക്ക് ഇപ്പോൾ ഈ പഴിചാരൽ പോകുന്നു? അതാണ് ഇനി നാം പരിശോധിക്കുന്നത്. 2024-ലെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്കുള്ള കാരണക്കാരൻ മോദിയാണ് എന്ന് പറയാനുള്ള ധൈര്യം എന്തായാലും കേശവ് പ്രസാദ് മൗര്യയ്ക്കില്ല. മാത്രമല്ല, കേശവ് പ്രസാദ് മൗര്യയുടെ ലക്ഷ്യവും മോദിയല്ല. അതുകൊണ്ട് തന്നെയാണ് മൗര്യ ഇപ്പോൾ യോഗിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതും. ഇവിടെ പ്രധാനമായും കാണേണ്ട ഒരു കാര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ്, മോദി ഫാക്ടർ പ്രവർത്തിക്കാത്തതാണ് ഈ പരാജയത്തിൻ്റെ കാരണം എന്ന വിലയിരുത്തലിലേക്ക് പോകുന്നത് മോദിയും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് UPയിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായിട്ടും മോദിയോ ഷായോ ഒന്നും ഒരു പോസ്റ്റ്മോർട്ടത്തിനും ഇതുവരെ തയ്യാറാകാത്തത്. കാരണം അങ്ങനെ ഒരു പരിശോധന നടത്തിയാൽ അത് അവനവന് നേർക്കുള്ള നീക്കമായി മാറുകയും ചെയ്യും. എന്നും മാത്രവുമല്ല, മോഹൻ ഭാഗവത് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി, UPയിൽ എത്തുകയുണ്ടായി, യോഗി ആദിത്യനാഥുമായി ചർച്ച നടത്തുകയുണ്ടായി. അപ്പോൾ ആ നീക്കങ്ങളെല്ലാം ഏത് ദിശയിലേക്ക് എന്നറിയാത്തവരല്ല മോദിയും അമിത്ഷായും. അതുകൊണ്ട് തൽക്കാലം അവരെ സംബന്ധിച്ചതൊരു അടഞ്ഞ അധ്യായമായി നിലനിർത്താനായിരുന്നു താല്പര്യം. എന്നാൽ കേശവ് പ്രസാദ് മൗര്യയെ പോലെ ഒരാൾ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ സാഹചര്യം മാറുന്നു. കാരണം മൗര്യ പറയുന്നത് UPയിലെ പാർട്ടിയുടെ പോരായ്മകളെ പറ്റിയാണ്. അപ്പോൾ അത് മോദിയെ ബാധിക്കുന്നതല്ലാതെ വരുന്നു. എന്നു മാത്രവുമല്ല, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആശങ്കയായല്ല മൗര്യ മുന്നോട്ട് വയ്ക്കുന്നത്.
ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധി എന്ന നിലയിലാണ്. അപ്പോൾ അതും ഡൽഹിയെ അലോസരപ്പെടുത്തുന്നതല്ല, മോദിയെയും ഷായെയും അലോസരപ്പെടുത്തുന്നതല്ല. അതുകൊണ്ടാണ് അവരുടെ നിശബ്ദമായ ഒരു അനുമതി കേശവ് പ്രസാദ് മൗര്യയുടെ ഈ നീക്കങ്ങൾക്കെല്ലാം ഉള്ളത്. നാം അത് ഓരോന്നായി പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാവുകയും ചെയ്യും. എന്നാണ് ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് നടന്നത്? ലക്നൌവിൽ. അത് ഈ മാസം 14-ാം തീയതി ഞായറാഴ്ചയാണ്. അന്ന് ആ വേദിയിൽ JP നദ്ദയുണ്ട്. നദ്ദ ഇരിക്കുമ്പോൾ യോഗിക്കെതിരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കേശവ് പ്രസാദ് മൗര്യയ്ക്ക് കഴിയുന്നുവെങ്കിൽ അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് തന്നെയാണ്. നദ്ദയുമായി ആശയവിനിമയം നടത്താതെ എന്തായാലും മൗര്യയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാൻ കഴിയില്ല. ഏത് കപ്പാസിറ്റിയിൽ നിന്നാണ് പറയുന്നത്? എന്തായാലും സർക്കാരിൻ്റെ പിഴവാണ് ഇത് എന്ന് വരുത്തേണ്ടതുണ്ട്. അതിന് എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ചാൽ പോരാ, അതിനേക്കാൾ മൂർച്ചയുള്ളതാകും കൂടെ ഇരിക്കുന്നയാൾ അത് പറഞ്ഞാൽ. അങ്ങനെ യോഗിയുടെ നിഴലായി നിൽക്കുന്ന മൗര്യ തന്നെ അത് പറയുന്നു, നദ്ദയെ ഇരുത്തിക്കൊണ്ട്. ഒന്നും യാദൃച്ഛികമല്ല. അടുത്ത കാര്യം, അവിടെ നിന്ന് ഈ യോഗം കഴിയുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ മൗര്യ പിന്നീട് വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ് നദ്ദയെ കാണാൻ. നദ്ദയെ ഞായറാഴ്ച കണ്ടതല്ലേ ഉള്ളൂ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എന്തിന് അദ്ദേഹം ഡൽഹിക്ക് പോകുന്നു? ഈ കാര്യങ്ങൾ വീണ്ടും നദ്ദയെ കണ്ട് ധരിപ്പിക്കുന്നു, അമിത്ഷായെ കാണുന്നു. അപ്പോൾ ഇതിലൊക്കെ തൻ്റെ നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് എന്ന് പരസ്യമാക്കാനുള്ള വ്യഗ്രത കൂടി മൗര്യ കാണിക്കുന്നുണ്ട്. അത് യാദൃച്ഛികമല്ല. കാരണം നദ്ദയുടെയും അമിത്ഷായുടെയൊക്കെ അനുമതി അതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും മൗര്യയ്ക്ക് അവിടെ വന്ന് ഇവരുമായെല്ലാം തുടർച്ചയായ ആശയവിനിമയം നടത്താൻ സാധ്യമല്ല. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഈ സംസ്ഥാന അധ്യക്ഷനുണ്ടല്ലോ ചൗധരിയും പോകുന്നുണ്ട് ഡൽഹിയിലേക്ക്. ആരെ കാണാൻ? അത് സവിശേഷമാണ്. മോദിയാണ് കൂടിക്കാഴ്ച അനുവദിക്കുന്നത്. നമ്മുടെ ഈ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഓർമ്മയിലുണ്ടോ ഏതെങ്കിലും ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്? അങ്ങനെയില്ല. അപ്പോൾ ഈ ഭൂപേന്ദ്ര ചൗധരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മോദി അനുമതി നൽകുന്നത് എന്തുകൊണ്ട്? പ്രധാനമാണത്. അവിടെ യോഗിക്കെതിരായിട്ടുള്ളൊരു നീക്കം നടക്കുന്നു. ആ കാര്യത്തിൽ താനും അത് പരിശോധിക്കുന്നുണ്ട്. ഈ സന്ദേശമാണ് മോദി നൽകുന്നത്. എന്തുകൊണ്ട് മൗര്യയെ മോദി കണ്ടില്ല എന്നതും പ്രധാനമാണ്. മൗര്യയെ മോദി കാണുകയാണെങ്കിൽ അതൊരർത്ഥത്തിൽ ഈ യോഗിയെ തള്ളിപ്പറയലിന് തുല്യമാണ്. മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉപമുഖ്യമന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ച നടത്തുക പ്രധാനമന്ത്രി എന്നത് BJPയെ സംബന്ധിച്ച് അപകടകരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ ജാഗ്രത മോദി പുലർത്തിയത്. പക്ഷേ മോദി ഈ ചിത്രത്തിലേ ഇല്ല എന്ന രൂപത്തിൽ മാറി നിൽക്കുകയല്ലോ ചെയ്തത്. ഭൂപേന്ദ്ര ചൗധരിയെ കാണാൻ അനുവദിച്ചു. ആ കാര്യങ്ങൾ ആശയവിനിമയം നടത്താൻ സന്നദ്ധനായി. അങ്ങനെ കൃത്യമായ ഒരു സന്ദേശം യോഗിക്ക് നൽകിയിരിക്കുന്നു മോദി. ഞാൻ പൂർണ്ണമായും നിങ്ങൾക്കൊപ്പമല്ല എന്ന്. ഈ 2024 ഒരു ന്യൂനപക്ഷ സർക്കാരാക്കി BJPയെ മാറ്റുന്നതിൻ്റെ പിന്നിൽ യോഗിയുടെ ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടിയാണ് ഭംഗ്യന്തരേണ ഈ പറയുന്ന കൂടിക്കാഴ്ചയിലൂടെ മോദി പുറത്തേക്ക് വിടുന്ന സന്ദേശം. മോദിയും ഷായും പല പ്രബലന്മാരെയും പുഷ്പം പോലെ നീക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നായാലും സംസ്ഥാന അധ്യക്ഷ പദവികളിൽ നിന്നായാലും. നമുക്ക് വേഗം നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളുണ്ടല്ലോ. ഈ പറയുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ തുടർച്ചയായ വിജയങ്ങൾ മാത്രം BJPക്ക് സമ്മാനിച്ച മുഖ്യമന്ത്രിയാണ്. എന്നു മാത്രവുമല്ല, ഈ ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ശിവരാജ് സിംഗ് ചൗഹാനെ അങ്ങനെ തന്നെ എടുത്തങ്ങ് മാറ്റുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഈ പറയുന്ന മോദിയും ഷായും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു കുഴപ്പവും ഉണ്ടായില്ല. MP-യിൽ അവർക്ക് ശക്തമായി തന്നെ നിലയുറപ്പിക്കാൻ കഴിഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. അത് കഴിഞ്ഞിട്ട് ശിവരാജ് സിംഗ് ചൗഹാനെ കൃത്യമായി കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഒരാൾ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ പോലും മാറ്റേണ്ട സമയത്ത് മാറ്റാനുള്ള ശക്തി കാട്ടിയിട്ടുള്ളവരാണ് ഈ മോദിയും ഈ അമിത്ഷായും. അതേ മോദിയും അമിത്ഷായും ഈ ശിവരാജ് സിംഗ് ചൗഹാനെ മാത്രമല്ല ഇങ്ങനെ എടുത്തെറിഞ്ഞിട്ടുള്ളത്. വസുന്ധര രാജ് സിന്ധ്യയെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യെദ്യൂരപ്പയെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ഗുജറാത്ത്, മോദിയുടെയും ഷായുടെയും തട്ടകമായ ഗുജറാത്തിൽ കണ്ണടച്ചു തുറക്കും മുൻപ് എല്ലാ നേതാക്കന്മാരെയും മാറ്റി പുതിയ നേതാക്കന്മാരെ അവിടെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന മോദി ആയാലും അമിത്ഷാ ആയാലും. കാരണം എന്താണ്? തുടർ വിജയങ്ങൾ സമ്മാനിച്ച ആത്മവിശ്വാസം. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള ശക്തിയില്ല, ത്രാണിയില്ല എന്ന ഉറച്ച ബോധ്യം. അതായിരുന്നു ഈ പ്രവൃത്തികളുടെയൊക്കെ പിന്നിൽ. എന്നാൽ 2024 ജനവിധി മറ്റൊന്നായതോടുകൂടി മോദിയുടെയും അമിത്ഷായുടെയും ശരീരഭാഷയും പ്രതികരണ രീതിയും ഇടപെടൽ രീതികളും എല്ലാം മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ മാറ്റാൻ ജനം അവരെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇടപെടലിന്റെ സ്വഭാവം മാറുന്നത്. കേശവ് പ്രസാദ് മൗര്യ അമിത്ഷായെ കണ്ടുവെന്ന് നേരത്തെ പറയുകയുണ്ടായല്ലോ. ആ ബന്ധത്തിന്റെ ശക്തി ഭയങ്കരമാണ്. നാം അത് പരിശോധിക്കേണ്ടതുമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അമിത്ഷാ ജനറൽ സെക്രട്ടറിയാണ്. എന്ന് മാത്രമല്ല UPയുടെ ചുമതലയാണ് അന്ന് അമിത്ഷായ്ക്ക് കിട്ടിയത്. അന്ന് തുടങ്ങിയതാണ് അമിത്ഷായും കേശവ് പ്രസാദ് മൗര്യയും തമ്മിലുള്ള ബന്ധം. അത് പിന്നെ ഗാഠബന്ധമാവുകയായിരുന്നു. മാത്രവുമല്ല, കേശവ് പ്രസാദ് മൗര്യയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയുന്നത് പോലെ കല്യാൺ സിംഗ് എന്ന് പറയുന്നത് BJPയുടെ UPയിലെ OBC മുഖമാണ്. അങ്ങനെ കല്യാൺ സിംഗിന് ഉയർന്നു വരാൻ കഴിഞ്ഞത് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിൻ്റെ ഭാഗമായി ദേശീയ തലത്തിലുണ്ടാകുന്ന വലിയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ BJPക്ക് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനോട് എതിർപ്പാണെങ്കിലും ഒരു OBC മുഖം വേണ്ടതാണ് എന്ന നിർബന്ധിതാവസ്ഥയിലേക്ക് അത് അവരെ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഉയർന്നു വരുന്ന ശക്തമായ മുഖമാണ് കല്യാൺ സിംഗിൻ്റേത്. പിന്നീട് നാം കല്യാൺ സിംഗിൻ്റെ പതനം കാണുകയുണ്ടായി. അതുപോലെ തന്നെയായിരുന്നു ഉമാഭാരതിയും ഒരു പ്രത്യേക ഘട്ടത്തിൽ നിലംപതിക്കുന്നത് നാം കണ്ടതാണ്. അപ്പോൾ എപ്പോൾ വളർത്തണം,
എപ്പോൾ ഇല്ലാതെയാക്കണം എന്നതിനെ സംബന്ധിച്ച് BJP കേന്ദ്ര നേതൃത്വത്തിന് ഇതെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വളർത്തേണ്ടത്, എവിടെ കീഴ്പ്പെടുത്തണം എന്ന കാര്യത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് നല്ല നിശ്ചയമാണ്. യോഗിയുടെ കാര്യത്തിൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന് മാത്രമേ നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടതായുള്ളൂ. അപ്പോഴും ഈ കേശവ് പ്രസാദ് മൗര്യയെ സംബന്ധിച്ച് ഈ അമിത്ഷായുമായുള്ള ബന്ധം ശക്തമായിരുന്നു. അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. 2014 മികച്ച വിജയം, 2017 മികച്ച വിജയം കേശവ് പ്രസാദ് മൗര്യയിലൂടെ തന്നെ UP-യിൽ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും UP മുഖ്യമന്ത്രിയാകേണ്ടയാളായിരുന്നു കേശവ് പ്രസാദ് മൗര്യ. OBC മുഖം കൂടിയാണല്ലോ. അന്ന് അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെയാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോഴും ഈ OBC ശക്തി കേശവ് പ്രസാദ് മൗര്യയുടേത് BJPക്ക് അവഗണിക്കാൻ കഴിയുന്നതായിരുന്നില്ല. രജ്പൂത്താണ് ഈ യോഗി ആദിത്യനാഥ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഠാക്കൂർ വിഭാഗത്തിൽ നിന്നുള്ള ആളുമാണ്. ഈ OBC പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ട ബാധ്യത BJPയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രിയെ കേശവ് പ്രസാദ് മൗര്യ അന്ന് യോഗി മന്ത്രിസഭയിൽ വന്നത്. അദ്ദേഹത്തിന് അത് പൂർണ്ണമായ ഇഷ്ടമുള്ള ഒന്നായിരുന്നില്ല എങ്കിൽ പോലും കേശവ് പ്രസാദ് മൗര്യ പിന്നീട് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുന്നുണ്ട്. അത് യാദൃച്ഛികമാണോ എന്ന കാര്യം ഇപ്പോൾ പരിശോധിക്കേണ്ടതുമാണ്. അതിൻ്റെ പിന്നിൽ യോഗിയുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതിൽ എന്തായാലും കേശവ് പ്രസാദ് മൗര്യയ്ക്ക് സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധം ഒരു കാലവും നല്ലതായിരുന്നില്ല. ആ കലഹം ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ 2022 കേശവ് പ്രസാദ് മൗര്യ തോറ്റെങ്കിലും വീണ്ടും ഉപമുഖ്യമന്ത്രിയായി തന്നെ MLC ആയി വന്നുകൊണ്ട് ആ പദവിയിൽ തന്നെ നിലയുറപ്പിക്കാൻ കേശവ് പ്രസാദ് മൗര്യയ്ക്ക് കഴിഞ്ഞതും രണ്ട് ഘടകങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഈ OBC പശ്ചാത്തലം, രണ്ട് അമിത്ഷായുമായുള്ള ശക്തമായ ബന്ധം. അവിടെ യോഗിയും വെറുതെ ഇരുന്നില്ല. ഇങ്ങനെ വലിയ ശക്തിയോടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ തൻ്റെ മൂക്കിന് താഴെ തന്നെ ഇരിക്കുന്നത് യോഗിയെ അലോസരപ്പെടുത്തിയിരുന്നു. യോഗി എന്താണ് ചെയ്തത്? ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകേണ്ടയാൾ ഉപമുഖ്യമന്ത്രിയായ ഘട്ടമായതുകൊണ്ട് PWD പോലെ ഒരു പ്രധാന വകുപ്പ് കൊടുത്തു. താല്പര്യത്തോടെ അല്ലെങ്കിൽ പോലും യോഗിക്ക് അതിൽ യോജിച്ച് തന്നെ നിൽക്കേണ്ടി വന്നു. അതേസമയം യോഗി എന്ന നിലയിൽ ശക്തനായി നിന്നുകൊണ്ടാണ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിട്ടത്. അങ്ങനെ വന്നപ്പോൾ പല തീരുമാനങ്ങൾ എടുക്കുന്നതിലും അവസാന വാക്കായി മാറാൻ യോഗിക്ക് കഴിഞ്ഞു. അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് കേശവ് പ്രസാദ് മൗര്യയ്ക്കാണ്. ഉപമുഖ്യമന്ത്രി പക്ഷേ അപ്രധാന വകുപ്പ് മാത്രം. എന്നു മാത്രമല്ല, കേശവ് പ്രസാദ് മൗര്യ ഒപ്പിട്ടയക്കുന്ന ഫയലുകൾ ഒന്നും തന്നെയും അംഗീകരിക്കാതെ വെച്ച് താമസിപ്പിക്കുന്ന രീതിയും യോഗി ആദിത്യനാഥിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും സുഗമമായിരുന്നില്ല ഇരുവരും തമ്മിലുള്ള ബന്ധം. ഈ 2024 തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഘട്ടം ഏറ്റവും ശക്തമായി തിരിച്ചടിക്കാൻ കഴിയുന്ന അവസരമായി കേശവ് പ്രസാദ് മൗര്യ ഇപ്പോൾ ഉപയോഗിക്കുന്നതും അതുകൊണ്ടാണ്. ഒരു കാര്യം ഉറപ്പാണ്, യോഗി പോകുമോ കേശവ് പ്രസാദ് മൗര്യ പോകുമോ എന്നതിൽ ഒരു തരംതിരിവ് വേണ്ട. രണ്ടുപേരും എന്തായാലും മന്ത്രിസഭയിൽ ഒരുപോലെ തുടരുക എന്ന് പറയുന്നത് ഇനി അസാധ്യമാണ്. കേശവ് പ്രസാദ് മൗര്യയ്ക്ക് സംസ്ഥാന അധ്യക്ഷനാകാൻ താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അമിത്ഷാ കേശവ് പ്രസാദ് മൗര്യയെ ഒരു ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര നേതൃത്വത്തിലേക്ക് വിളിച്ചേക്കാം. അവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനാ ചുമതല നൽകിയേക്കാം. ഇനി UP-യുടെ അടക്കം ചുമതല നൽകിക്കൊണ്ട് യോഗിയെ നിയന്ത്രിക്കാൻ കേശവ് പ്രസാദ് മൗര്യയെ അമിത്ഷാ ഉപയോഗിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. യോഗി ആദിത്യനാഥുമായി മോഹൻ ഭാഗവതിന് നല്ല ബന്ധമായിരുന്നു എന്ന് നേരത്തെ നാം കണ്ടതാണല്ലോ. UP തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം മോഹൻ ഭാഗവത് UP-യിലെത്തുന്നു. ഈ പറയുന്ന യോഗി ആദിത്യനാഥുമായി രഹസ്യമായ ആശയവിനിമയം നടത്തുന്നു. അതെല്ലാം മോദിയെ ലക്ഷ്യം വെച്ചായിരുന്നു എന്നതും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോഴും ഈ പറയുന്ന RSS നേതൃത്വത്തിന് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരാളല്ല കേശവ് പ്രസാദ് മൗര്യ. യോഗിക്കില്ലാത്ത RSS പശ്ചാത്തലമാണ് കേശവ് പ്രസാദ് മൗര്യയ്ക്കുള്ളത്. യോഗി ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം കടന്നു വന്ന വ്യക്തിയാണ്. അങ്ങനെയല്ല മൗര്യ. മൗര്യ മുൻപ് മുതൽ തന്നെ എല്ലാ രൂപത്തിലും RSSലൂടെ പ്രവർത്തിച്ചു വന്ന ആളാണ്. VHPയിൽ പ്രവർത്തിച്ച പശ്ചാത്തലമുണ്ട്. ഗോരക്ഷാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഹാർഡ് കോർ RSS ഐഡിയോളജി കൃത്യമായി പിന്തുടരുന്ന ഒരാളാണ് കേശവ് പ്രസാദ് മൗര്യ. അങ്ങനത്തെ ഒരു സംഘടനാ ജീവിതത്തിൻ്റെ പശ്ചാത്തലം കൂടി അദ്ദേഹത്തിനുണ്ട്. യോഗിക്കില്ലാത്തതാണ് ഈ സവിശേഷതകളെല്ലാം. അതുകൊണ്ട് അങ്ങനെ അങ്ങ് RSS നേതൃത്വത്തിന് മോദി വിരോധം കൊണ്ട് കണ്ണടച്ചില്ലാതാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമല്ല BJPയിൽ കേശവ് പ്രസാദ് മൗര്യയുടേത്. എന്നു മാത്രവുമല്ല, ഈ മോദിയെപ്പറ്റി പറയുന്നത് പോലെയുള്ള പ്രത്യേകതകളും കേശവ് പ്രസാദ് മൗര്യയ്ക്കുണ്ട്. മോദി പറഞ്ഞല്ലോ, ഞാൻ ചായ വിൽക്കുന്ന അച്ഛൻ്റെ മകനായിരുന്നു എന്ന്. ഈ മൗര്യയും അങ്ങനെ തന്നെയാണ്. ചായ വിൽപ്പനക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അങ്ങനെ ചായ വിൽപ്പനയ്ക്ക് വേണ്ടി ഈ പറയുന്ന മൗര്യയും നിന്നിട്ടുണ്ട്. പിന്നീട് പത്രമിടാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു സാധാരണ ലളിതമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്ന വ്യക്തി കൂടിയാണ്. ഇനി പരമപ്രധാനമായൊരു കാര്യം പറയാം. 52 വയസ്സേ ഉള്ളൂ യോഗിക്ക്, 56 വയസ്സേ ഉള്ളൂ കേശവ് പ്രസാദ് മൗര്യയ്ക്കും. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗ്യോദയത്തിന് ഏറ്റവും വലിയ തടസ്സമായി ഒരു വലിയ കാർമേഘമായി വന്ന് ഉരുണ്ടുകൂടി നിന്നയാളാണ് മൗര്യയെ സംബന്ധിച്ച് യോഗി എന്ന് പറയുന്നത്. ആ കാർമേഘം മാറേണ്ടതുണ്ട്. 56 വയസ്സേ തനിക്കുമായിട്ടുള്ളൂ. തന്നെ സംബന്ധിച്ച് ദീർഘകാലമായ ഒരു പ്രവർത്തന ചരിത്രമുണ്ട്. യോഗിക്കില്ലാത്ത ചരിത്രം. അതിൻ്റെ ഗുണഫലം വേണ്ടേ? അതിൻ്റെ നേട്ടമുണ്ടാകണ്ടേ? അതിൻ്റെ സ്വീകാര്യത വേണ്ടേ? അത് തനിക്ക് ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് എന്ന നിർബന്ധ ബുദ്ധി
കേശവ് പ്രസാദ് മൗര്യയ്ക്ക് ഇപ്പോഴുണ്ട്. അതിന് പറ്റിയ സന്ദർഭമാണ് 2027 UP കാണാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൗര്യയുടെ ഒരു നീക്കവും നേരത്തെ പറഞ്ഞതുപോലെ മോദിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയോ അല്ല, അത് യോഗിക്കെതിരെ മാത്രമാണ്. അതിന് വേണ്ടത് എന്താണ്? യോഗിയെ സംബന്ധിച്ച് ഏറ്റവും പ്രബലമായിരിക്കുന്ന വിഭാഗങ്ങളെ ഇളക്കുക, അവരിൽ യോഗിയിൽ അവിശ്വാസം വളർത്തിയെടുക്കുവാനുള്ള നീക്കം നടത്തുക. അതിന് ഏറ്റവും നല്ല സന്ദർഭം എന്താണ്? നിങ്ങൾ MLA മാർ നോക്കൂ, ഈ മനുഷ്യനെ നിങ്ങളെ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കഴിയില്ല. ഈ മനുഷ്യൻ നമുക്കൊരു ബാധ്യതയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയത്തിൻ്റെ സാധ്യതകളുടെ മേലാണ് ഇദ്ദേഹം വാതിൽ കൊട്ടിയടയ്ക്കാൻ പോകുന്നത്. ഈ ബുൾഡോസർ രാജ് നമുക്ക് തിരിച്ചടിയായി, സംവരണവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം നമുക്ക് തിരിച്ചടിയായി. അപ്പോൾ അപ്നാദളും നിഷാദ് പാർട്ടിയും ഒക്കെ പറയുന്ന ആശങ്കകളുണ്ടല്ലോ, അത് നിങ്ങളും നാളെ അഭിമുഖീകരിക്കാനിരിക്കുന്ന പ്രതിസന്ധിയാണ്. അതുകൊണ്ട് വരൂ എന്നോടൊപ്പം. ഇതാണ് ഭംഗ്യന്തരേണ കേശവ് പ്രസാദ് മൗര്യ ഈ പറയുന്ന MLA മാർക്ക് മുഴുവൻ കൊടുക്കുന്ന സന്ദേശം. അങ്ങനെ വരുമ്പോൾ യോഗി ഇളകുന്നു. ആ ആട്ടം യോഗിക്ക് തുടങ്ങിയിട്ടുണ്ട്. അതാണ് നാം പരിശോധിക്കുന്ന മൂന്നാമത്തെ ഘടകം, യോഗിയുടെ ബുദ്ധിശാലയിൽ വരുന്ന മറുനീക്കങ്ങൾ എന്തൊക്കെയെന്ന്. യോഗി ഏകപക്ഷീയമായാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത് ഭരണകാലയളവിൽ മുഴുവൻ. ആരെയും കേൾക്കാത്ത തരത്തിലുള്ള ധാർഷ്ട്യമായിരുന്നു. ഇപ്പോൾ കേശവ് പ്രസാദ് മൗര്യ തന്നെ പറഞ്ഞില്ലേ, പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ യോഗി ഫാക്ടർ പ്രവർത്തിക്കുന്നില്ല എന്ന ധാരണ ശക്തമാക്കാൻ വേണ്ടിയാണ്. പാർട്ടിക്ക് എല്ലാം അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടാകൂ. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഈ രാഷ്ട്രീയത്തിന് പോകാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ 2027 വലിയ തിരിച്ചടി നമുക്കുണ്ടാകും. അതുകൊണ്ട് പാർട്ടിയാണ് ശക്തമാകേണ്ടത് എന്ന് പറയുമ്പോൾ യോഗിയെ നിരാകരിക്കുന്നു എന്നതാണ് ആ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ശുദ്ധമായ അർത്ഥം. ഇത് MLA മാർക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഇപ്പോൾ അപ്നാദൾ അതുപോലെ നിഷാദ് പാർട്ടിയൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ തിരിച്ചടി 2027 നേരിടേണ്ടി വരുമെന്ന്. സഖ്യകക്ഷികൾക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് കേശവ് പ്രസാദ് മൗര്യയുടെ ബലം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് യോഗിയെ ഇല്ലാതാക്കുക എന്നതല്ല, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല യോഗിക്കെതിരെ ഞാൻ നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ അപ്നാദളിന് അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യം എന്ത്? അങ്ങനെയെങ്കിൽ എന്തിന് നിഷാദ് പാർട്ടിക്ക് അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യം? അപ്പോൾ ഇതൊരു അന്തഛിദ്രമല്ല, ഇത് യോഗി എന്ന വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്ന BJPയുമായി ബന്ധപ്പെട്ട ഭരണപരവും സംഘടനാപരവുമായ പ്രതിസന്ധിയാണ്. അത് മറികടക്കേണ്ടതുണ്ട് എന്നതാണ് മൗര്യയുടെ നീക്കത്തിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്ന ബുദ്ധി. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് യോഗി ഇപ്പോൾ നടാടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്? ഒരു വലിയ കാലഘട്ടം വരെ ഏകപക്ഷീയമായി ഭരിക്കുന്ന വ്യക്തിയായിരുന്നു യോഗി. മോദിയുടെ മോഡലിൽ തന്നെയാണ് ഭരണം. ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് വിശ്വാസം. അവരിലൂടെയാണ് കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത്. MLA മാരെ കാണില്ല, ജനങ്ങളെ കാണില്ല. ഉദ്യോഗസ്ഥരാണ് ഈ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും അന്തിമ വാക്കും. യോഗി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നു. അങ്ങനെ പാർട്ടിയായാലും പാർട്ടി തെരഞ്ഞെടുത്തു വിട്ടിരിക്കുന്ന ജനപ്രതിനിധികളായാലും അവരുമായുള്ള ജൈവബന്ധം ഈ മുഖ്യമന്ത്രിക്ക് മുറിഞ്ഞിട്ട് കാലങ്ങളായി. അവിടെയാണ് മുറിവേറ്റ് നിൽക്കുന്ന ഇവരുടെ എല്ലാം ഔഷധമായി ഇപ്പോൾ കേശവ് പ്രസാദ് മൗര്യ മാറിയിരിക്കുന്നത്. അപ്പോൾ യോഗി അത് മനസ്സിലാക്കുന്നു. സ്വന്തം കാൽ കീഴിൽ നിന്നാണ് മണ്ണ് അടർന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് വീണ്ടും വിചാരമുണ്ടാകുന്നു. വലിയ മാറ്റം അതിവേഗത്തിൽ വരികയാണ് യോഗിയുടെ പ്രവർത്തന രീതിക്ക്. MLA മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, നിരന്തരമായ ആശയവിനിമയത്തിലേക്ക് പോകുന്നു. എന്നു മാത്രവുമല്ല, ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ ഇറക്കിവിട്ടുകൊണ്ടുള്ള ഭരണത്തിന് വിരാമമിടാനുള്ള സൂചനകളും അദ്ദേഹം നൽകി. അതിലേറ്റവും പ്രധാനമാണ് ഇടിച്ചു നിരത്തൽ നിർത്തും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആശയവിനിമയത്തിലേക്ക് പോകുന്നു, ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് ജനപ്രതിനിധികളുമായി തന്നെയുള്ള ഗാഢബന്ധത്തിലേക്ക് വരുന്നു. തൻ്റെ സഹപ്രവർത്തകരായ MLA മാരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനുള്ള അയവേറിയ സമീപനത്തിലേക്ക് യോഗി ചുവടുമാറ്റം നടത്തുന്നു. ഇതെല്ലാം ഈ ദിവസങ്ങളിൽ നാം കാണുന്ന കാഴ്ചകളാണ്. കൂടാതെ യോഗി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബലപരീക്ഷണമുണ്ട്. അത് 10 നിയമസഭകളിലേക്ക് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് യോഗിയെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യോഗി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് അല്ല വന്നത്, കേന്ദ്രത്തിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്ന് വെച്ചാൽ മോദിയും അമിത്ഷായും ഏകപക്ഷീയമായി ലിസ്റ്റ് അടിച്ചേൽപ്പിച്ചു, അതിൻ്റെ പരാജയമാണ് ഇവിടെ സംഭവിച്ചത് എന്ന്. അപ്പോൾ കേന്ദ്ര നേതൃത്വം ഇവിടെ ഇപ്പോൾ കൈയച്ചു നിൽക്കുകയാണ്. ഈ 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരികയല്ലേ, നിങ്ങൾ തന്നെ ആളുകളെ നിശ്ചയിക്കൂ, നിങ്ങൾ തന്നെ കാര്യങ്ങൾ നോക്കൂ, എന്നിട്ട് വിജയം ഉറപ്പാക്കൂ. അതാണ് BJP കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിശബ്ദമായി യോഗിക്ക് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. യോഗി അതൊരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുകയാണ്. യോഗിയെ സംബന്ധിച്ച് അതിജീവനത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരേ ഒരു മാർഗം ഇപ്പോൾ അതാണ്. മഹാരാഷ്ട്രയിൽ, അതുപോലെ തന്നെ ഹരിയാനയിൽ, ജാർഖണ്ഡിൽ, ജമ്മു കാശ്മീരിൽ ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ വർഷാവസാനത്തോടെ. അങ്ങനെയെങ്കിൽ അതിനേക്കാളൊക്കെ പ്രാധാന്യത്തോടുകൂടി അതാണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളായി വരേണ്ടത്. അതിനേക്കാൾ പ്രാധാന്യം സിദ്ധിക്കുകയാണ് UPയിലെ 10 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്. കാരണം അതാണ് യോഗി വീഴുമോ വാഴുമോ എന്നതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ്
ഈ പറയുന്ന പ്രധാനപ്പെട്ട കൂടിയാലോചനകളിലേക്ക് ഇപ്പോൾ യോഗി കടന്നിരിക്കുന്നത്. എന്നു മാത്രവുമല്ല, മന്ത്രിമാർക്കും MLA-മാർക്കുമൊക്കെ മണ്ഡലം തിരിച്ച് കൃത്യമായ ചുമതല കൊടുത്തിരിക്കുകയാണ്. അവിടെയൊക്കെ അഹോരാത്രം പ്രയത്നിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കേശവ് പ്രസാദ് മൗര്യയ്ക്ക് മാത്രമാണ് ചുമതലയില്ലാത്തത്. ഇനി ചുമതല കൊടുത്താലും മൗര്യ വരുമോ? അത് യോഗിക്കും ഉറപ്പില്ലാത്ത കാര്യമാണ്. എന്ന് മാത്രമല്ല, യോഗിയെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടകം പലവട്ടം മൗര്യ. എങ്ങനെ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ചേർന്ന ഒന്നിലധികം മന്ത്രിസഭാ യോഗങ്ങളിൽ മൗര്യ പങ്കെടുക്കുകയുണ്ടായില്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ആ ദിവസം അദ്ദേഹം ഡൽഹിയിൽ BJP കേന്ദ്ര നേതൃത്വമായി ആശയവിനിമയം നടത്താൻ പോവുകയുമായിരുന്നു. അങ്ങനെ മന്ത്രിസഭയിൽ പങ്കെടുക്കാതിരിക്കുക, ഡൽഹിക്ക് പോവുക, ഒരു മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളി തുടരുകയാണ് മൗര്യ. മൗര്യയ്ക്ക് ഇനി ഒരൊറ്റ ചുമതലയുള്ളൂ, അത് യോഗിയെ ദുർബലനാക്കുക എന്നതാണ്. ഈ ഘട്ടത്തിൽ യോഗിക്കെതിരെ മോദിയും അമിത്ഷായും നടപടിയെടുക്കാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. കേശവ് പ്രസാദ് മൗര്യയെ കൊണ്ട് ആ ചുമതല നിർവഹിപ്പിക്കുവാനുള്ള നിരീക്ഷണപരമായ പദവിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ മോദിയും അതുപോലെ തന്നെ അമിത്ഷായും. കേശവ് പ്രസാദ് മൗര്യ ഇങ്ങനെ കലാപക്കൊടി ഉയർത്തുമ്പോൾ ഒറ്റയടിക്ക് അദ്ദേഹത്തെ നിയന്ത്രിച്ചുകൂടെ? മോദി വിചാരിച്ചാൽ, അമിത്ഷാ വിചാരിച്ചാൽ അങ്ങനെ നഡ്ഡയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചുകൂടെ? നാം കണ്ടതല്ലേ ശിവരാജ് സിംഗ് ചൗഹാന്റെ കാര്യം, അതുപോലെ തന്നെ വസുന്ധര രാജയുടെ കാര്യം, അതുപോലെ തന്നെ ഈ യെദിയൂരപ്പയുടെ കാര്യം. ഇതൊക്കെ നാം കണ്ടതാണ്. മോദിയുടെ സ്വന്തം തട്ടകമായ ഗുജറാത്തിലും നാം കണ്ടതാണ് എങ്ങനെയൊക്കെയാണ് അതിവേഗം തലകൾ ഉരുളുന്നത് എന്ന്. എന്നിട്ടും ഈ കേശവ് പ്രസാദ് മൗര്യയുടെ തല മാത്രം ഉരുളാതെ ഉയർന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ കലാപം തുടരട്ടെ എന്നാണ് ഇരു നേതാക്കന്മാരുടെയും ആഗ്രഹം. പക്ഷേ പ്രത്യക്ഷമായി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അവർ പോകുന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ ചേരുന്നില്ല. ഈ ഘട്ടത്തിൽ കേശവ് പ്രസാദ് മൗര്യക്കെതിരെ എന്തെങ്കിലും ഒരു അച്ചടക്ക നടപടിയെടുത്താൽ എന്ത് സംഭവിക്കും? അത് യോഗി ആദിത്യനാഥ് ശരിയാണ് എന്ന് വരുത്തും. അങ്ങനെ വരുത്തുവാൻ മോദിയും ഷായും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു നടപടിയും കേശവ് പ്രസാദ് മൗര്യക്കെതിരെ ഉണ്ടാകാതിരിക്കുന്നത്. അങ്ങനെ യോഗി ശരിയല്ല എന്ന ഒരു സന്ദേഹത്തിൽ എല്ലാവരെയും നിർത്തുക വഴി യോഗിയെ ദുർബലനാക്കുക എന്ന ഒരു വലിയ പദ്ധതിയാണ് കേശവ് പ്രസാദ് മൗര്യ എന്ന കരുവിനെ ഉപയോഗിച്ചുകൊണ്ട് മോദിയും അമിത്ഷായും ഇപ്പോൾ കളിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇനിയാണ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നാം കടക്കുന്നത്. യോഗിയെ തൊടാതിരിക്കുന്ന മോദി, യോഗിയെ ദുർബലൻ മാത്രമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന മോദി, അങ്ങനെ ഇരിക്കുന്ന ഈ യോഗി മോദി, ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന അഖിലേഷ് യാദവ്, അങ്ങനെയാണ് UPയുടെ സവിശേഷമായ ചിത്രം തെളിയുന്നത്. അവിടെ കരക്കിരിക്കാനല്ല ഇപ്പോൾ അഖിലേഷ് യാദവ് ആലോചിച്ചിരിക്കുന്നത്. കളിക്കളത്തിലിറങ്ങി കളിക്കാൻ തന്നെയാണ് അഖിലേഷ് യാദവിൻ്റെ നീക്കം. എന്തുകൊണ്ടാണ്? ഇവിടെ ഇപ്പോൾ ഈ നിയമസഭയിലെ MLA-മാർ മുഴുവൻ യോഗിയുമായി ബന്ധപ്പെട്ട് ആശങ്കാകുലരാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33 സീറ്റുകളാണ് BJPക്ക് ആകെ UPയിൽ നിന്ന് കിട്ടിയത്. ഇന്ത്യ സഖ്യത്തിന് ശക്തമായി മുന്നോട്ട് വരാനും കഴിഞ്ഞു. 36 സീറ്റ് SP-ക്ക് കിട്ടി, 6 സീറ്റ് കോൺഗ്രസിന് കിട്ടി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 61 62 കിട്ടിയ BJPക്ക് 33-ലാണ് ഇപ്പോൾ ഒതുങ്ങേണ്ടി വന്നത്. അതേസമയം SP-ക്ക് 37 സീറ്റാണ് കിട്ടിയത്, കോൺഗ്രസിന് 6 സീറ്റും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ബ്ലോക്കിന് ഏതാണ്ട് 43 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അസംബ്ലി സെഗ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പരിശോധിക്കാം. അങ്ങനെ നോക്കുമ്പോൾ 224 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് ശക്തിയുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുക. BJP നേതൃത്വം കൊടുക്കുന്ന NDAക്കോ 174 സീറ്റുകളിൽ മാത്രം. അങ്ങനെ വരുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരഭ്രഷ്ടമാകും എന്നത് ഉറപ്പാണ്. 2022-ൽ BJPക്ക് ഒറ്റയ്ക്ക് 255 സീറ്റുണ്ട്, 273 NDAക്കുള്ള സീറ്റ്. അതിൽ അപ്നാദളിന് 12 സീറ്റ്, നിഷാദ് പാർട്ടിക്ക് 6 സീറ്റ്. ഈ അപ്നാദളിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അനുപ്രിയ പട്ടേൽ മാത്രമാണ് ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്നത്. കഴിഞ്ഞ മോദി സർക്കാരിലും അവർക്ക് ആ പദവിയുണ്ട്. കുർമി വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് അപ്നാദൾ. ഈ കുർമി വിഭാഗത്തിൻ്റെ വോട്ട് മുഴുവൻ ഒന്നടങ്കം ഇന്ത്യ ബ്ലോക്കിലേക്ക് പോയിരിക്കുകയാണ്. പ്രത്യേകിച്ചും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയിലേക്ക് പോയിരിക്കുകയാണ്. അത് യാദൃച്ഛികമല്ല. അഖിലേഷ് യാദവ് ഇത്തവണ PDA എന്ന വലിയ പരീക്ഷണമാണ് നടത്തിയത്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ UPയിൽ BJPയുടെ ഞെട്ടിക്കുന്ന പരാജയത്തിന് വഴിവെച്ച സൂത്രവാക്യം പിച്ചഡെ ദളിത് അല്പസംഖ്യ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. പിച്ചഡെ എന്ന് വെച്ചാൽ പിന്നാക്കാവസ്ഥയിലുള്ളവർ, ദളിത വിഭാഗം, അല്പസംഖ്യ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ. ഇങ്ങനെ ഒരു പ്രത്യേകതരം സമവാക്യമാണ് അഖിലേഷ് യാദവ് ഉണ്ടാക്കിയത്. അത് ഫലപ്രദമായിരുന്നു. ഉജ്ജ്വലമായ വിജയമാണ് SP-ക്ക് കിട്ടിയത്. ചരിത്രപരമായ വിജയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നേട്ടം. ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അഖിലേഷ് യാദവ് ചെയ്യുകയുണ്ടായി. ഈ SP-യുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉള്ളതുപോലെ യാദവ് വിഭാഗത്തിൻ്റെ പിന്തുണയാണ്. OBC 50% UPയിൽ. അതിലൊരു പ്രബല വിഭാഗം തന്നെയാണ് ഈ യാദവന്മാർ. ഏതാണ്ട് 20% വരും. എന്നാൽ ആ 20%-ൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതായിരുന്നില്ല ഇത്തവണ അഖിലേഷ് യാദവ് അവലംബിച്ച രീതി. വലിയ പരിശോധനകളും
വലിയ പരിശോധനകളും കൂട്ടായ ചർച്ചകളും എല്ലാം നടത്തി ബുദ്ധിപരമായാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അഖിലേഷ് യാദവ് ഇത്തവണ കടന്നത്. യാദവ വിഭാഗത്തിന് 5 സീറ്റ് മാത്രമാണ് അഖിലേഷ് യാദവ് മാറ്റിവെച്ചത്. ആ 5 അവനവനുൾപ്പെടെ കുടുംബാംഗങ്ങൾക്കുള്ള സീറ്റുകളായിരുന്നു. ബാക്കിയെല്ലാം മറ്റ് വിഭാഗങ്ങൾക്കാണ് കൊടുത്തത്. ഇപ്പോൾ കുർമി എന്ന് പറയുന്ന വിഭാഗം എടുക്കാം. നേരത്തെ SP അവഗണിക്കുന്ന കൂട്ടരാണവർ. ഈ കുർമിക്ക് 10 സീറ്റ് കൊടുത്തു. അതിൽ 7 പേർ വിജയിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. അനുപ്രിയ പട്ടേലിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്, അപ്നാദളിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ കുർമി വിഭാഗമാണ്. അവിടെ അനുപ്രിയ പട്ടേൽ മാത്രമേ ജയിച്ചു പോയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കുർമി വിഭാഗത്തിൻ്റെ മൊത്ത കച്ചവടക്കാർ എന്ന രൂപത്തിൽ UPയിൽ നിൽക്കുന്ന ഈ അപ്നാദളിന് ആകെ ആ വിഭാഗത്തിൽ നിന്ന് ഒരാളെ മാത്രമേ MP ആക്കാൻ കഴിഞ്ഞുള്ളൂ. അതേസമയം SP 7 പേരെ അയക്കുന്നു, 10 പേർക്ക് സീറ്റ് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ പ്രാതിനിധ്യം എത്രമാത്രം ശക്തിപ്പെടുന്നു? അഖിലേഷ് യാദവിലൂടെ. ഇതാണ് അഖിലേഷിൻ്റെ ട്രംപ് കാർഡ്. ഇതേ കാര്യം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പയറ്റുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്നാദൾ ഭസ്മമാകും, അല്ലേ? നിഷാദ് പാർട്ടിക്കും ഇതുപോലെ തന്നെയുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും. എന്തിനേറെ BJP എന്ന് പറയുന്ന വല്യേട്ടൻ തന്നെ വലിയ തകർച്ചയിലേക്ക് പോകും. കാരണം BJP UPയിൽ അധികാരം പിടിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഉയർന്ന ജാതിക്കാരുടെ പിന്തുണ നിശ്ചയമായും BJPക്കുണ്ട്. പക്ഷേ അതിലൂടെ മാത്രം വിജയിക്കാൻ കഴിയില്ല. ബാക്കി അവരെന്താണ് ചെയ്തത്? യാദവ് വിഭാഗത്തെ വിട്ടുകളയുന്നു. കാരണം അത് SP കോട്ടയാണ്. മുസ്ലിങ്ങളും SP-ക്കൊപ്പമേ നിൽക്കൂ. BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത കൊണ്ട്. പിന്നെ അവരെന്താണ് ചെയ്തത്? അതുവരെ പ്രാതിനിധ്യം കിട്ടാതിരിക്കുന്ന ഈ SP-യും BSP-യും ഒക്കെ തഴഞ്ഞിട്ട വിഭാഗങ്ങൾക്ക് ശക്തമായ പ്രാതിനിധ്യം നൽകി. നോൺ ഡോമിനൻ്റ് ആയിട്ടുള്ള OBC വിഭാഗങ്ങൾ, അതുപോലെ തന്നെ SC/ST വിഭാഗങ്ങൾ, ഇതിനെല്ലാം ശക്തമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രത്യേക സമവാക്യമാണ് BJP UPയിൽ പരീക്ഷിച്ചത്. അത് വിജയകരമാവുകയും ചെയ്തു. അതേ കാര്യമാണ് ഇപ്പോൾ BJPക്കെതിരെ തന്ത്രപരമായി അഖിലേഷ് യാദവ് പ്രയോഗിച്ചത്. അതിൽ അഖിലേഷ് യാദവ് വിജയിച്ചത്. അതുകൊണ്ടാണ് അഖിലേഷ് യാദവ് ആത്മവിശ്വാസത്തോടെ ഈ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. എന്നു മാത്രമല്ല, അഖിലേഷ് യാദവ് വെച്ചൊരു വലിയ ഓഫറുണ്ട്. അതെന്താണ്? അത് കേശവ് പ്രസാദ് മൗര്യയ്ക്കുള്ള ഓഫറായിരുന്നു. എന്തായിരുന്നു ആ ട്വീറ്റ് എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതാണ്. ഞാനത് വായിക്കാം. അഖിലേഷ് യാദവിൻ്റെ ട്വീറ്റ് വളരെ പ്രത്യേകതയുള്ളതാണ്. ജൂലൈ 14 ലക്നൌവിൽ ചേർന്ന പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ കേശവ് പ്രസാദ് മൗര്യ കലാപക്കൊടി ഉയർത്തുന്നത്. അതിൻ്റെ ആഴം എത്രയെന്ന് വേഗം ഗ്രഹിച്ചെടുക്കുവാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞു. ജൂലൈ 18 അഖിലേഷ് യാദവിൻ്റെ ട്വീറ്റ് വരികയാണ്. മൺസൂൺ ഓഫർ, ബ്രിങ് 100 MLAs, ഫോം ദ ഗവൺമെൻറ്. ഇതായിരുന്നു ആ ട്വീറ്റ്. അപ്പോൾ ഈ പറയുന്ന പിന്നാക്ക, അതുപോലെ തന്നെ ദളിത്, അതുപോലെ തന്നെ അല്പസംഖ്യ. അപ്പോൾ അഖിലേഷ് യാദവ് എന്താണ് ഇതുവഴി ചെയ്തത്? PDA എന്ന സമവാക്യം മാത്രമല്ല BJPക്കെതിരെ കളിക്കാൻ ഉപയോഗിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ, BJP എന്തൊക്കെയാണോ ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ സമവാക്യമായി കണ്ടെടുത്തത്, അതുതന്നെയാണ് അഖിലേഷ് യാദവ് അവർക്കെതിരെ പ്രയോഗിച്ചത് എന്ന്. അവിടെയും തീരുന്നില്ല. ഈ മൺസൂൺ ഓഫർ എന്ന് പറയുന്നത് എന്താണ്? BJPയുടെ മറ്റൊരു തന്ത്രമല്ലേ? അതായത് BJP അല്ലാതെ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അതിനെ ശിഥിലീകരിക്കുക, അതിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കുക, എന്നിട്ട് സർക്കാർ ഉണ്ടാക്കിക്കുക. ഒരുപക്ഷെ അവരെ തങ്ങളോട് ചേർത്ത് സർക്കാർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർ സർക്കാർ ഉണ്ടാക്കുമ്പോൾ പിന്തുണയ്ക്കുക. ഈ കളികളെല്ലാം BJP കളിച്ചില്ലേ? അതേ കളി തന്നെയാണ് അഖിലേഷ് യാദവ് ഇപ്പോൾ അവർക്കെതിരെയും കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കേശവ് പ്രസാദ് മൗര്യയ്ക്ക് തുറന്ന ക്ഷണമാണ്. നിങ്ങൾ ഈ കലാപം അവസാനിപ്പിക്കേണ്ട. ഒരു 100 MLA-മാരെ സംഘടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങൂ. SP പിന്തുണയ്ക്കും നിങ്ങളെ. 111 സീറ്റ് ഞങ്ങൾക്കുണ്ടല്ലോ ഇപ്പോൾ അവിടെ. ഇനി ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് 200-ലധികം സീറ്റിലേക്ക് ഞങ്ങളുടെ പ്രാമാണികത ഉയർന്നു എന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. അപ്പോൾ അത്ര കരുത്തരാണ് ഞങ്ങൾ. യോഗിയെ നമുക്കില്ലാതെയാക്കാം, ഒരുമിച്ച് നിൽക്കാം. ഈ BJPയുടെ അതേ തന്ത്രം PDA പോലെ തന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ താമരയ്ക്ക് പകരം ഓപ്പറേഷൻ സൈക്കിൾ തുടങ്ങിയിരിക്കുകയാണ് അഖിലേഷ് യാദവ് UPയിൽ. എന്ന് മാത്രമല്ല, ഉപദേശ രൂപേണ ഒരു കാര്യം കൂടി പറഞ്ഞ് വ്യക്തമാക്കുകയും ചെയ്തു കേശവ് പ്രസാദ് മൗര്യയോട് അഖിലേഷ് യാദവ്, നിങ്ങൾ ബീഹാർ കണ്ടു പഠിക്കൂ എന്ന് വെച്ചാൽ നിതീഷ് കുമാർ എന്താണ് ചെയ്തത്? നിതീഷ് കുമാർ ഒരു ചെറിയ പാർട്ടിയാണ്. പക്ഷേ ആരെ കൊണ്ട് പിന്തുണ നിർബന്ധമായും വാങ്ങിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉറച്ചിരിക്കാം എന്ന് ഇന്ത്യയിൽ തെളിയിച്ചിരിക്കുന്ന ഏക രാഷ്ട്രീയ കൗശലക്കാരനാണ് നിതീഷ് കുമാർ. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൂടെ പകർത്താം എന്നാണ് അഖിലേഷ് യാദവിൻ്റെ മൺസൂൺ ഓഫർ. അപ്പോൾ ഈ മൺസൂൺ കാലം എന്ന് പറയുന്നത് വലിയ വാഗ്ദാന പെരുമഴയാണ് കേശവ് പ്രസാദ് മൗര്യയുടെ മുന്നിലേക്ക് തുറന്നിട്ടിരിക്കുന്നത്. മൗര്യ ആ വഴി സഞ്ചരിക്കുമോ, അതോ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ യോഗി കരുത്തനാകുമോ? എന്തായാലും UPയിലെ കലഹം അവസാനിക്കാൻ പോകുന്നില്ല. മോദിയുടെയും അമിത്ഷായുടെയും നീക്കങ്ങൾ പോലെ തന്നെ പ്രധാനമാകും അതിൽ അഖിലേഷ് യാദവിൻ്റെ നീക്കങ്ങളും.